ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വമെടുക്കാൻ സന്നദ്ധതയറിയിച്ച നാറ്റോ രാജ്യമായ തുർക്കി. അംഗത്വത്തിന് താൽപര്യം അറിയിച്ചുകൊണ്ട് തുർക്കി അപേക്ഷ സമർപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരുപക്ഷെ അംഗത്വം ലഭിച്ചാൽ ബ്രിക്സിൽ അംഗമാകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യവും നാറ്റോ രാജ്യവുമാകും തുർക്കി. അപേക്ഷ സംബന്ധിച്ച ചർച്ചകളിൽ വരും ദിവസങ്ങളിൽ റഷ്യയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനമുണ്ടായേക്കും എന്നാണ് സൂചനകൾ. തുർക്കി ബ്രിക്സ് സഖ്യത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നതായി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ നിരവധി തവണ താൽപര്യം അറിയിച്ചിരുന്നതായി ഭരണകക്ഷി വക്താവ് ഒമർ സെലിക് പ്രതികരിച്ചു. 20 വർഷത്തോളമായി തുർക്കി ഭരിക്കുന്ന എർദോഗാന്റെ കീഴിൽ രാജ്യത്തിന് കൂടുതൽ സ്വതന്ത്രമായ വിദേശ നയം രൂപപ്പെടുത്താനും അതിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനും ബ്രിക്സിലെ അംഗത്വം വഴി സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. യൂറോപ്യൻ യൂണിയന് അംഗത്വം എടുക്കാനുള്ള തുർക്കിയുടെ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ബദലായി കണക്കാക്കപ്പെടുന്ന ബ്രിക്സ് 2009 സ്ഥാപിതമായത്. പ്രാരംഭഘട്ടത്തിൽ ബ്രസീലും ചൈനയും ഇന്ത്യയും റഷ്യയും മാത്രമായിരുന്നു സ്ഥാപകാംഗങ്ങൾ. അന്ന് ബ്രിക് എന്ന് മാത്രമായിരുന്നു സംഘടനയുടെ പേര്. പിന്നീട് 2011 ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടെ ബ്രിക്സ് എന്നാക്കി മാറ്റുകയായിരുന്നു. യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന തുർക്കി 1952 നാറ്റോ സൈനിക പങ്കാളിയാകുന്നത്. 2005 യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും എർദോഗന്റെ കീഴിലുള്ള ഭരണത്തെക്കുറിച്ചുള്ള ആശങ്കകളും ജനാധിപത്യ പിന്നോക്കാവസ്ഥയും യൂറോപ്യൻ യൂണിയനിലെ അംഗമായ സൈപ്രസുമായുള്ള തർക്കങ്ങളും കാരണം ചർച്ചകൾ നീണ്ടുപോവുകയായിരുന്നു. തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് പുതിന്റെ വക്താവ് ദിമിത്രി പെസ്കോവും ബ്രിക്സിൽ ചേരാൻ തുർക്കി താൽപര്യം പ്രകടിപ്പിച്ചതായി അറിയിച്ചിരുന്നു. ഈ വർഷം എത്യോപ്യ, ഈജിപ്ത്, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളായിരുന്നു. അതേസമയം ഇസ്രായേലിനെതിരായ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗാൻ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇസ്രായേലിന്റെ ധാർഷ്ട്യം, കൊള്ളയടി, ഭരണകൂട ഭീകരത എന്നിവ തടയാനുള്ള ഇസ്ലാമിക കൂട്ടായ്മയാണിതെന്നും എർദോഗാൻ വാദിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് എർദോഗാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് ഇസ്രായേൽ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്താംബൂളിനടുത്തുള്ള ഒരു ഇസ്ലാമിക് സ്കൂൾ അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന വിശദീകരണത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്രായേലിനെതിരായ സഖ്യം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഈജിപ്തുമായും സിറിയയുമായും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പുതിയ രാഷ്ട്രീയ നീക്കത്തിനും ഇതിലൂടെ തുർക്കി ശ്രമിക്കുന്നുണ്ട്. സിറിയയുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ലബനാനിലും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രായേൽ അധിനിവേശത്തിന് എതിരെയുള്ള ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ശ്രമമെന്നും എർദോഗാൻ പരാമർശം നടത്തി. എർദോഗാന്റെ പരാമർശത്തിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് മറുപടിയും നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ നേട്ടത്തിനായി തുർക്കി വിദ്വേഷവും ആക്രമണവും ഉത്തേജിപ്പിക്കുന്നുവെന്നായിരുന്നു കാറ്റ്സിന്റെ മറുപടി. എക്സിലൂടെയായിരുന്നു ഇസ്രായേൽ കാറ്റ്സിന്റെ വിമർശനം. ഹമാസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി തുർക്കി ജനതയെ വെറുപ്പിന്റെയും ആക്രമണത്തിന്റെയും തീയിലേക്ക് വലിച്ചെറിയുന്നത് തുടരുന്നു. ഇന്ന് ഇസ്രായേലിനെതിരെ ഒരു സഖ്യം രൂപീകരിക്കാൻ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു എന്നും കാറ്റ്സ് എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.